ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ അല്ല മൈൻക്രാഫ്റ്റ് പുതിയൊരു മൈൻക്രാഫ്റ്റ് സർവൈവലാണ്. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഡ്രാഗനെ കൊല്ലുന്നതാണ് ഗൈസ്. ഡ്രാഗനെ കൊല്ലണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചിന്ത ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ മരം കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡത്തെ മരമാണ് നമ്മൾ വെട്ടുന്നത്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. യോസം തന്നെ എടുത്ത് വെച്ചാൽ കൂടെ. ഇനി നമ്മൾ പോയിട്ട് ഇനിയും മരം വെക്കണം. അതിന് മുമ്പേ നമുക്കൊരു ടൂൾസ് അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, കോടാലി ഉണ്ടാക്കാനുള്ളതില്ല, അതുകൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അയ്യോ ഞാൻ പൊട്ടത്തിലൊക്കെ കാണിക്കുന്നത്. എത്ര പെട്ടെന്നല്ല ഒരു മിനിറ്റൊക്കെ പോയതല്ലേ ഗൈസ്. മരം കുറേ എണ്ണം മുറിച്ച് കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്നിട്ട് ചെയ്യാനുള്ളത് ഒരു സ്റ്റിക്ക്. അയ്യോ ശരി, ഞാൻ പൊട്ടത്തരം കാണിക്കുന്നു ഗൈസ്. അതെപ്പോഴും ഉള്ളത്. അയ്യോ ഞാൻ എന്തോത്തിന് ഇതെടുത്തേ. അയ്യോ വെറുതെ ഒരാവശ്യമില്ലായിരുന്നു. സാരമില്ല, കുറച്ച് മരം എടുക്കണ്ടേ എൻ്റെ കാര്യം. ഞാനിതല്ല ഉദ്ദേശിച്ചത് ഗൈസ്. നമുക്ക് ഇനി ബേസ് ഉണ്ടാക്കണം. എന്നിട്ട് ഫുൾ ഡയമണ്ട് ആർമർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്തുവാണ്, ഡ്രാഗനെ കൊള്ളാനുള്ള പ്രിപ്പറേഷൻസ്. അതിനുശേഷം നമുക്ക് ഡ്രാഗനെ കൊല്ലാം. ഏതോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അയ്യോ ഗൈസ്, ഞാൻ കണ്ടില്ല ഈ പൊട്ടന്മാരെൻ്റെ അടുത്ത് നിൽക്കുന്ന ഗൈസ്. ഓടിക്കോ. അയ്യോ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നടക്കാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നു. ഇനി നമുക്കിത് മൊത്തവും പൊട്ടിക്കണം. ഞാൻ മൈക്കോണമെന്നാണ്. മൈക്കോണം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അയ്യോ അവനെ പോയി തല്ലിയാൻ പറ്റും. എന്നെ കൊല്ലുവാടാ. കൊല്ലു നമ്മളെ കേസില്ല, മറ്റേ പാവമാണ്. നമുക്കിനി നമ്മളെടുത്ത പണിയെന്ന് വെച്ചാൽ ഫുൾ സ്റ്റോണിൻ്റെ സാധനം ആവണം. അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണാം സ്റ്റോൺ കാണണം. സോംബിയൊക്കെ അവിടെ തീ പിടിച്ചോടുന്നു. ഇവിടെ കാണാം, ഇവിടെ ഒന്നുമില്ല ഗൈസ്. എനിക്ക് കുറച്ച് മീറ്റ് വേണം. എനിക്ക് ഇവൻ്റെ മീറ്റ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പുറന്ന് ചാടി നമുക്ക് ഇവനെ ഇനി രണ്ടെണ്ണത്തിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മറ്റേ ശരിപ്പുണ്ടാക്കും. അതിൻ്റെ പേര് മറന്നു ഗൈസ്, സാരമില്ല. 4 മിനിറ്റ് എത്ര പെട്ടെന്നല്ലേ പോയത് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, എങ്കിലേ അടുത്ത വീഡിയോ വരുത്തോളൂ. ഓക്കെ 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 സാധാരണ എല്ലാവർക്കും പേടിയാ, പക്ഷെ ഞാൻ വട്ട കാണിക്കുന്നു. അത് കല്ലാണോ സ്റ്റോൺ? അല്ല ഗൈസ്, സാരമില്ല. സ്റ്റോൺ സാരമില്ല. ഞാൻ സ്റ്റോണെന്ന് വെച്ചാൽ ഓടിപ്പോയതാ. നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്. മിക്കവാറും ഇന്നത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
നിങ്ങൾ കേട്ടോ സ്കെൽട്ടൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്കവനെ കൊല്ലണം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എൻ്റെ ആയുധം. ഓക്കെ, അടുത്ത സ്റ്റിക്കാണ് നമുക്ക് ഇനി ആവശ്യം. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എന്നിട്ട് ഒരു 3 കല്ലൂടെ 3 കല്ല് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് നമുക്കൊരു വാടാ കൊല്ലടാ. എന്തരാ ഞാൻ ഇപ്പോഴാ ഒരു ആശ്വാസമായി. ഇനി ചെയ്യേണ്ട ജോബ് എന്ന് വെച്ചാൽ സ്റ്റിക്കാണ് വേണ്ടത്. സ്റ്റിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു. അയ്യോ, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു. എന്നിട്ട് ഫുഡ് ഓക്കെ ആണെന്ന് നോക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സാധനം പൊട്ടിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വില്ലേജ് തപ്പാൻ പോകാം. അപ്പം നമുക്ക് ഒരു വില്ലേജ് എത്തിയിട്ട് ഇനി കാണാം. ഗൈസ്, കിട്ടിയിരിക്കുന്നു വില്ലേജ്. ഇതോ ഒരു വില്ലേജ് ഞാൻ കാണുന്നു. ഞാൻ നേരെ പോകുന്നിടത്ത് അവിടെ ഒരു വില്ലേജ് ഞാൻ കണ്ടു ഗൈസ്. വില്ലേജിലെ മേൽവശം കണ്ടു. പോടാ കോഴി, രാത്രിയാവുന്നു ഗൈസ്. ഡേഞ്ചർ, ഓടിക്കോ. രാത്രി ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്. ഓടിക്കോ ഗൈസ്. രാത്രി ആയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ മോബ്സെല്ലാം വരും. അതിന് മുമ്പേ ഓടണം. വില്ലേജ് എത്തിയിരിക്കുന്നു. വില്ലേജിൻ്റെ സാധനമാണ് ഈ കാണുന്ന താഴെ. നമ്മുടെ ഫുഡും സെറ്റായിട്ടുണ്ട്. ഓട് സോംബി. അയ്യോ, ഇങ്ങനെ. ഭാഗ്യം. അങ്ങനെ നമ്മുടെ ഹാർഡ് കോറിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതെന്തോ എല്ലായിടത്തും ചിലന്തിയൊക്കെ പിടിച്ചെടുക്കുന്നേ. എന്താ പറ്റി? കൊള്ളാത്ത വില്ലേജാണോ? അയ്യോ, കാട് പിടിച്ചെടുക്കുന്നല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ ഗൈസ്. പെട്ടു. എന്നെ കൊന്നു. ഇവിടെ നേരത്തെ വില്ലേജസ് താമസിച്ചിരുന്നു. ഇപ്പം എന്തോ അറിയത്തില്ല. എല്ലാവരും താമസം മാറിപ്പോയടെ. സാരമില്ല, നമുക്ക് അപ്പോഴത്തേക്കും കുറച്ച് ക്യാരറ്റും എല്ലാം സെറ്റാക്കാം. ക്യാരറ്റ് അല്ല. ഓക്കെ, എന്നിട്ട് അടുത്ത സാധനം അതുകൊണ്ട് ഒരു മൂട. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറേ സാധനം കിടക്കുന്നു. ഇതൊന്നും ഇവർ കൊണ്ടുപോയില്ല. ഒരു അയൺകുളത്തിനെ പ്രതീക്ഷിച്ച് വന്നതാണ്. ഇതെന്താ സാധനം? ഇങ്ങനെയൊന്നും അറിയാം, പക്ഷേ എന്തോ മനസ്സിലായില്ല. മരം വെട്ടുന്ന സൗണ്ട്. തിന്നാൻ പറ്റുമോ ഇത്? ഒരു കാര്യം മറന്നുപോയി, ഇപ്പം ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാം. നമുക്കിനി നമുക്കിനി കുറച്ച് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കണം. അയ്യോ ഗൈസ്, ഞാൻ പൊട്ടത്തിന് കാണിച്ച്. അയ്യോ ഗൈസ്, പോയി. അവിടെ ചെസ്റ്റ് ഒന്നുമില്ല. സോംബി, ഹായ് സോംബി. നമുക്ക് ബെഡ് റീസ്പോൺ പോയിന്റ് സെറ്റാക്കണം. പക്ഷേ ഇപ്പോഴേ വേണ്ട. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഓടാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ലല്ലോ ഗൈസ്. ഇനി അടുത്ത വില്ലേജ് അപ്പോൾ പോകേണ്ടി വരുമോ? ഉറപ്പാണ് അടുത്ത വില്ലേജ് ഇവിടെ അടുത്ത എവിടെയെങ്കിലും കാണും. നമുക്ക് ഇവിടെ ആക്കിയല്ലോ വീട് ഗൈസ്. നല്ല അടിപൊളി ഏരിയ. പക്ഷേ ഈ
സോംബി വില്ലേജാണ്, ഇത് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞുള്ള സ്ഥലത്തോട്ട് പോവാം. എനിക്ക് മഞ്ഞ് പണ്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മഞ്ഞുള്ള സ്ഥലത്തോട്ട് പോകണം. പക്ഷേ നമുക്ക് ഇനിയൊരു മെയിൻ ജോബുണ്ട്, മൈനിങ്. അതുകൊണ്ടൊരു ഗുഹ, ഒരു കേവ് കിട്ടിയിരിക്കുന്നു. നമുക്ക് ആ കേവിൽ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ അയൺ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. എല്ലാം എടുക്കാം. ടോർച്ചില്ല. ഓക്കെ, നമ്മൾ പെട്ടിരിക്കുന്നു. അടിപൊളി. അന്ന് കയറിയപ്പോൾ തന്നെ നല്ല ഈസി സാധനമായിട്ടുണ്ട്. ഇപ്പം ഈസിയായി. ഇത്രയും ഈസി വേണ്ടായിരുന്നേ. നല്ല സുഖം. അയ്യോ, അതാ ഇവിടെ കണ്ണും കാണുന്നില്ലല്ലോ. ടോർച്ച് ഉണ്ടാക്കണം. അയ്യോ, തിരിച്ചു പോകാം. ആരെങ്കിലും കാണും എന്നറിയത്തില്ല. ഓടാം. അവിടെ പോയിട്ട് നമുക്കിനി കുറച്ച് കോൾ കളക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഗുഹയ്ക്കകത്തോട്ട്, ഈ ഗുഹ വേണ്ട, വേറെ ഗുഹയ്ക്ക്. ഗൈസ്, കോൾ കിട്ടുന്ന, കോളും അയണും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം കിട്ടിയിരിക്കുന്നു. അയ്യോ ഗൈസ്, കിട്ടുന്നുണ്ട്. ടാറ്റ അല്ല, ഒരു സെക്കൻഡ്. അങ്ങനെ ഗൈസ് പിന്നെയും വന്നിരിക്കുന്നു. ഓക്കെ എല്ലാം ആവട്ടെ. ഓക്കെ, നമുക്കിനി ഇത് മൊത്തം അങ്ങ് വെട്ടിയെടുക്കണം. പിന്നെ ഇവിടുത്തെ സോംബിയെ കണ്ടല്ലോ നേരത്തെ, അത് പ്രത്യേകതരം സോംബിയാണ് കേട്ടോ. ഇത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരുത്തോള്. ഇപ്പം ചത്തോളി ഞാൻ. അയ്യോ, ഹാർഡ് കോറാന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഫുഡായി. ഓക്കെ, അത് കഴിച്ചു. എന്തൊരു താമസമാണ് കേസ്, ഇത്രയും അളിഞ്ഞ ഫുഡ്. എത്രണ്ണം കഴിക്കണം പിള്ളേർ? 5 കഴിഞ്ഞു. 5 വേണം ഈ ഒരു ഇച്ചിരി ഹാർട്ട് കയറണമെങ്കിൽ. ഹാർട്ടല്ല. ഓക്കെ, നമുക്ക് അടുത്തത് പൊട്ടിച്ചു. ഇനി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര്, അത് ഞാൻ ഇപ്പോഴാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പം ഒന്ന് മാറ്റി. ഇപ്പം മാറ്റിയത് സാരമില്ല, അത് ഞാനിപ്പം അതിൽ നിന്ന് മാറ്റി വേറെ ആക്കാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പറയുന്ന പേര് വേണമെങ്കിൽ ഇടാം. ഈ വീഡിയോയുടെ അടിയിലിട്ടാൽ മതി, വേറെ വീഡിയോയുടെ ഒന്നും അടിയിലിടണ്ട. ഞാൻ നോക്കാറുണ്ട് ഗൈസ്, ചുമ്മാ അല്ല, നോക്കാറുണ്ട്. കമൻറ്റ് വരുന്നെല്ലാം നോക്കാറുണ്ട്. ഏതിനകത്ത് വേണമെങ്കിലും ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കും. ഓക്കെ. ലാവ ഉണ്ടെങ്കിൽ ഡയമണ്ടും ഉണ്ട്. ഇതാണ്ടേ കിട്ടി. ഓക്കെ, നമ്മുടെ അയൺ കിട്ടിയിരിക്കുന്നു. പിന്നെ അയൺ എടുത്തപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചേ. ഫർണസ്, ദറ്റ് ഈസ് മെയിൻ. ഓക്കെ, എല്ലാം എടുത്തോളൂ. എല്ലാം എടുത്തു. ഒരു വില്ലേജ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് പോയതാ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇച്ചിരി റിസ്ക് എടുക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി അങ്ങോട്ട് പൊട്ടിക്കും നോക്കും. ഓക്കെ, സേഫാണ്. ഇത് പൊട്ടിച്ച് നോക്കാം. ഓടി. അയ്യോ, ഇത് സേഫ് അല്ല. അതുകൊണ്ട് നമ്മളിനി എന്തോ ചെയ്യും ഗൈസ്. ഇതേ വഴിയുള്ളൂ. ഇതെടുക്കണം. എന്നിട്ട് ചാടിക്കയറൂ. എന്താണ്ട് ഞാൻ തെറിച്ച് പോകുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് എന്തോ ഉണ്ടാക്കണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനം ക്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്ത് വെക്കുന്നു. സൗണ്ട് എൻ്റെ കുറഞ്ഞു പോയി, സാരമില്ല. നമുക്ക് ഒരു 4 മറ്റേ ബ്രെഡും കിട്ടി. പിന്നെ ഓക്കെ, ഫർണീസിന് ഇച്ചിരി കൂടെ കല്ല് വേണം, സ്റ്റോൺ വേണം. അപ്പം നമുക്ക് സ്റ്റോൺ കണ്ടുപിടിക്കാനല്ല, എടുക്കണം. എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർണിച്ചർ ഉണ്ടാക്കിയതിന് ശേഷം ഫർണിച്ചർ എടുത്തിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതെടുക്കണം, ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് മറ്റേത് മറിച്ചത് എല്ലാം കൂടെ ചെയ്യണം. എന്നിട്ട് ഇതെടുക്കണം, ഇവിടെ വെക്കണം. എന്നിട്ട് ഓക്കെ, ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഇതിപ്പം കുറേ നേരം എടുക്കും അതൊക്കെ കഴിയാൻ. അവിടെ നമുക്ക് ഇച്ചിരി ടോർച്ച് ആവശ്യമാണ്. കോള് തീരത്തില്ല. അപ്പോൾ നമുക്കൊരു 2 കോളിൻ്റെ ആവശ്യമുള്ളൂ. കാരണം കോള് ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് 2 കോളിൻ്റെ ആവശ്യം. എന്നിട്ട് ബാക്കിയുള്ള 2 കോൾ എടുത്ത് ഇതിനകത്ത് വെക്കണം. 2 കോൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബേസ് വേണം. ആ ബേസിനായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ സെറ്റാക്കിക്കോളാം. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. കിട്ടിയാലോ ഇവിടെ കാണാൻ വല്ല ഉണ്ടോടി. നല്ലൊരു വലിയ കേവിലാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് ആ ലാവ കണ്ടപ്പോഴേ തോന്നി എന്തുവായാലും ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു കേവ് ആയിപ്പോയി. അപ്പം നമുക്ക് 5 അയൺ കിട്ടി. നമുക്ക് എന്നിട്ട് ഒരു പിക്കക്സ് ഉണ്ടാക്കി, ഒരു സോഡ്. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതെടുക്കുക. ഓക്കെ, എന്നിട്ട് ചെയ്യാനുള്ള അത് കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ 3 എണ്ണം കൂടെ കിട്ടിയിരിക്കുന്നു. 4 എണ്ണം കിട്ടിയിരിക്കുന്നു. നമുക്കിനി ഒരു ഫസ്റ്റത്തെ നമ്മുടെ ആർമറിനകത്ത് ഫസ്റ്റത്തെ ഒരു ആർമർ ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നു. അയ്യോ കിട്ടിയില്ല. കിട്ടി. ഫസ്റ്റത്തെ ആർമർ നമ്മൾ ധരിക്കുന്നു. ഇട്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ആർമർ ഇട്ടു. എന്നിട്ട് നമുക്കൊരു പൊട്ടറ്റോ പപ്സ് കഴിക്കണം. എന്നിട്ട് ഫുഡ് വയറാക്കണം. എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ട്. പക്ഷെ ഷീൽഡ് ഉണ്ടാക്കാനാണെങ്കിൽ ഇനി തടി വേണം. തടിക്ക് വേണമെങ്കിൽ മണ്ടയ്ക്ക് പോകണം. ഒരു കുഴപ്പമുണ്ട്. സാരമില്ല, നമുക്കിനി ഇതെടുക്കണം. പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ലാവേ പോയേനെ. എന്നിട്ട് നമുക്ക് പോയി. നമുക്കിനി ഇത് മുറിക്കണമെങ്കിൽ കൈ വെച്ച് തന്നെ മുറിക്കണം. ഞാൻ മറ്റേത് ഉണ്ടാക്കിയില്ല. സാരമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല എന്തായാലും. ഓക്കെ, നെതറൈറ്റ് വേണ്ട. നമുക്ക് നെതറൈറ്റിൻ്റെ ആവശ്യമില്ല. നെതറൈറ്റ് കണ്ടുപിടിക്കാം അല്ലേ? ഈ വീഡിയോക്ക് നെതറൈറ്റ് കണ്ടുപിടിക്കുന്ന ആ ചടങ്ങ് കൂടാക്കാം. അയൺ കിട്ടി. ഓക്കെ, ഇച്ചിരി അയണും കൂടെ കിട്ടിയിരിക്കുന്നു. അയൺ പറക്കിക്കോളൂ. അപ്പോൾ 1 2. അപ്പം നേരത്തെ നമ്മുടെ കയ്യിൽ എത്ര അയണ? 4 ഉണ്ട്. 5 6 7 8 9 10 അയൺ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഓക്കെ, അയ്യോ 10 അയണുള്ളതുകൊണ്ട് ഇനിയും നമുക്ക് ആർമർ ഓക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ദാണ്ട കിടക്കുന്ന ഒരു പറ. അപ്പം നമുക്കിത് മൊത്തം എടുക്കണം. എടുത്തിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കണം. അതിൻ്റെ ചടങ്ങിലോട്ട് പോകണം. അയ്യോ, നെതറൈറ്റ് കണ്ടുപിടിക്കുന്ന പാടാം, ഭയങ്കര പാടാം. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്ന ഏറ്റവും കഷ്ടപ്പാട്. ഗൈസ്, നമ്മളങ്ങനെ അടുത്ത അയണും കിട്ടിയിരിക്കുന്നു. അയ്യോ ദാണ്ട പോന്നേ. അപ്പം നമുക്ക് ഈ അയണും പിന്നെ ഈ സ്ഥലത്തുള്ള ഫുൾ അയൺ അങ്ങ് എടുത്തിട്ട് അയൺ കിട്ടിയെല്ലാം കാണിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ അയണൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ മണ്ടയ്ക്ക് വന്നപ്പോൾ രാത്രിയായി. നമ്മൾ കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതുകൊണ്ട് സോംബി വരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അതും പൊട്ടിച്ചു. അതുകൊണ്ടേ നമ്മൾ കാത്തിരുന്നൊരു സാധനം കാണുന്നു ഞാൻ. പോകാം. ഇനി അവിടെ എത്തിയിട്ട് അതിനകത്ത് ചെസ്റ്റിനകത്ത് നല്ല അടിപൊളി സാധനം വല്ലതും കാണണേ. അങ്ങനെ നമുക്ക് ഇച്ചിരി കൂടി ഈസി ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം കൂടെ ഉണ്ടെങ്കിൽ വില്ലേജ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും ഗൈസ്. അടിപൊളി. ആർക്കും ഒരാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു. ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റ് ഇരിക്കട്ടെ.
ദാണ്ട കൂടാലി. ഓ കഷ്ടപ്പെട്ട് കാത്തിരുന്നതാ. അപ്പം നമുക്ക് കുറച്ച് നല്ല സാധനങ്ങളും കിട്ടി, ചീത്ത സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ തലയിൽ ഇടാം. ഓക്കെ, ഇതെടുത്തിട്ടു. ഓക്കെ, 2 ആർമർ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ കണക്ക് ഇതിനകത്തൊന്നും ഇല്ലായിരുന്നല്ലേ ഇത് വെക്കാനുള്ള. അപ്പം നമ്മൾ തന്നെ വെക്കണമല്ലേ? മറ്റെടുത്ത് ലാവായിരുന്നു ഈ ചത്തേനിപ്പം. ഓക്കെ, അടിപൊളി. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നു. ചേടാ, ഇത് അടിപൊളി സാധനമാണല്ലോ, കൊള്ളാലോ. അപ്പം ഗൈസ് നമുക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും ഗൈസ്? നമ്മൾ ഒരു വില്ലേജ് തപ്പണം. വില്ലേജ് തപ്പിയിട്ട് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഇനി നമുക്ക് മൈൻ ചെയ്യണം. മൈൻ ചെയ്യാൻ ഒരു നല്ല സൈന് സ്ഥലം വേണം. അയ്യോ, അങ്ങനെ ഓടി ഒന്ന് കിടക്കട്ടെ. കുറേ നേരമായില്ലേ ഓടിക്കുന്നു. ഓക്കെ, അപ്പം വില്ലേജ് അല്ല എന്ന് നമുക്ക് ഭയങ്കര ആവശ്യമുള്ളത് വില്ലേജ് ഒന്നുമല്ല, പക്ഷെ വില്ലേജ് എടുത്ത് കൊള്ളാം ഗൈസ്. ഞാനാ കാണുന്നതേ വില്ലേജ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അയ്യോ ചത്തു. ഞാൻ വിചാരിച്ചു ചത്തുന്നു. പിന്നെ നമുക്ക് വേറെ ഒരു മെയിൻ കാര്യം, ഫുഡില്ല അല്ലേ? അല്ല, ഫുഡുണ്ട്. ഇത് ഇപ്പം തീർന്നേനെ. ഇത് ചോദിക്കണ്ട, ഒരെണ്ണം കഴിച്ചാൽ മതി, ബാക്കി കഴിച്ചോളാം. ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് ഓക്കെ സെറ്റായി. ഒന്നുകൂടെ കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഓടണം. ഗൈസ്, ഇത് മറ്റേതല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മന്ത്രവാദിയുടെ വീട് കാണും. അതിനകത്ത് എന്തെങ്കിലും കാണുമോ? കാണത്തില്ല. അവിടെ അല്ലേ മന്ത്രവാദിയുടെ വീടൊക്കെ? ഇതിനകത്തല്ലേ? ആണ് ഗൈസ്, ആണ് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ഇത്. ഓക്കെ, ഗൈസ്, ലാഭം. മോബൊന്നും ഇല്ലായിരുന്നാ മതി. മോബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല അല്ലേ ഗൈസ്? ഹാർഡിലിടട്ടെ, നോർമലിലായിട്ടേക്കുന്ന ഇച്ചിരി ഹാർഡിലിടാം. ഓക്കെ ഗൈസ്, എന്നിട്ട് കയറണം മണ്ടയ്ക്കോട്ട്. കയറിയിട്ട് ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പേടിയാണ്. ഞാനിപ്പോൾ ചത്തുവും. പക്ഷെ എന്നെ കാണാം ഇങ്ങനെ വേണം യൂട്യൂബേഴ്സ് ആയാൽ അല്ലേ? ഞാൻ യൂട്യൂബറൊന്നും അല്ല, ഒരു കുഞ്ഞ് യൂട്യൂബർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വലുതായിക്കോളാം. പക്ഷേ കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ച് ഈ സാധനം കണ്ടിട്ട്. ഈ മരം കണ്ടോ? ഇതിൻ്റെ പേരെന്തോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ സാധനം കണ്ടിട്ട് ഞാൻ വീടാന്ന് വിചാരിച്ച്. ചേടാ, എനിക്ക് അടിപൊളി സ്ഥലങ്ങൾ നെയ്ഹേ. എനിക്ക് മറ്റേ ഇത് മറ്റേ സാധനമല്ലേ? ഓക്കെ ഗൈസ്, തവള ഇതിൻ്റെ മണ്ടക്കല്ലേ ഇരിക്കുന്നത്? തവളെ കണ്ടിട്ടില്ലല്ലോ. തവള എന്തേ? തവള ഇല്ലല്ലേ? ആമെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ കാണാം. കടൽ കാണണം. എനിക്ക് കടൽ കാണാൻ തോന്നുന്നു ഗൈസ്. അയ്യോ, സ്പീഡിൽ ഓടട്ടെ. ഇങ്ങനെ ഓടിയാൽ ഇന്നങ്ങ് വെച്ചത്തില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് പോണം. നമുക്ക് ധൃതിയൊന്നുമില്ല. കടലല്ല. കടലല്ലേ അത്? ബോട്ടൊക്കെ വേണം. എന്തായാലും നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന വില്ലേജ് അല്ലേ? ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് വരണോ? അല്ലെങ്കിൽ നമുക്ക് സത്യമായിട്ട് ഞാൻ വില്ലേജ് ഇവിടെ സ്പോൺ ആക്കിയതൊന്നുമല്ല, തനിയെ വന്നതാ. ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളു. വില്ലേജ് വേണോ അതോ നമ്മൾ മൈനിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ
ഒരു വില്ലേജ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ മതി. യെസ് ബ്രോ. കഷ്ടപ്പാടിന് ഗുണമുണ്ടായിരിക്കുന്നു. അതും അടിപൊളി വില്ലേജേഴ്സൊക്കെ ഉള്ള വില്ലേജാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, നോക്കട്ടെ. വില്ലേജർ ഉണ്ട്. ആ വില്ലേജർ ഹായ് വില്ലേജർ. ഡേയ് വല്ലതും റൈഡ് ചെയ്യടേ. എന്താടാ ഓടുന്നേ? റൈഡ് ഒന്നും ഇല്ല അല്ലേ? വല്ലതും ഉണ്ടോടാ നിന്റെ വീട്ടിൽ? ഒന്നുമില്ല അല്ലേ ഗൈസ്? അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വില്ലേജസ് ഒക്കെ ഉള്ള ഫസ്റ്റ് വില്ലേജാണ് എൻ്റെ. അയ്യോ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ, ഇത് കളിക്കാൻ നേരത്തെ ഫസ്റ്റ് വില്ലേജ് അല്ലേ? അയൺകോളം മണ്ണൻ അയൺ കിട്ടി. പിന്നെ നമുക്ക് വേറെ മറ്റേ അയൺ എല്ലാം കൂടെ എടുത്തിട്ട് ഫുൾ അയൺ ആക്കണം. ഫുൾ അയൺ ആക്കിയിട്ട് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് അറിയാമല്ലോ. അതൊക്കെ ചെയ്ത് കഴിയാനായിട്ട് ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേണം. അതാണ് സീൻ. ഓക്കെ. ഹൈ അണ്ണ ഇതെന്താ പറ്റി ഓടുന്ന അണ്ണ? എന്തോ അണ്ണ കേറണ്ണ കേറ്. എൻ്റെ ദൈവമേ ഓടിക്കോ. ഓടാ മോനെ ഓട്. അയ്യോ എന്താടേ? അച്ചട്. അയ്യോ വേണ്ട. അയ്യോ എന്താ പറ്റാത്ത? അച്ചട. അയ്യോ കിട്ടുന്നില്ല. ഞാൻ ഇത് ഇത്രയും പെട്ടെന്ന് ഇത് പോയോ? ഇതിപ്പോ പൊട്ടുമല്ലോ. പൊട്ടി. എടാ ഇതെന്തുകൊണ്ട് സാധനമാടാ അത്? ഒരു അയൺകുളത്തിനെ പോലും കൊല്ലാൻ പറ്റാത്തൊരു സാധനം. ഓക്കെ അയൺകണ്ണാണ്. പാവത്തിന്റെ മോഹഭംഗ മനസ്സിലേ കിട്ടി. നമ്മൾ ഫുൾ സെറ്റായി. ഇനി നമ്മൾ ഫുൾ അയൺ ആർമർ. ഇത് നമ്മൾ ഇവിടെ വന്നേയില്ലേ? ചേട്ടാ ഞാൻ എന്തുവാ കാണിക്കുന്നേ അല്ലേ ഗൈസ്? പറ കമൻറ്റ്. മോന്ന ഇത് ഇവിടെ പറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓടിക്കണം. ഇവിടെ ഒന്നുമില്ല. അടുത്ത ഹൗസിൽ കയറണം. എല്ലാവരും ഓരോ വീട്ടിൽ പോ. ഞാൻ വരുന്നു. ഓക്കെ വീട്ടിൽ കയറ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് അയണാന്ന്, പക്ഷെ അയണല്ല. പട്ടികടി പുല്ലക്കടി ആടാത്ത പട്ടികടി. ഓക്കെ. അയ്യോ എന്തോ ചെയ്തു ഞാൻ? അതവിടെ കിടന്ന് ആവട്ടെ. അപ്പോഴത്തേക്കും ക്യാരറ്റ് അത് നമ്മൾക്ക് എടുക്കാം. അതിന് മുമ്പേ വേറെ ജസ്റ്റ് വല്ലതും പോടാ. ഇതന്നെടാ അടച്ചണി. ആ വീട്ടിൽ കയറണം, ഈ വലിയ വീട്ടിൽ. അതിനെനിക്കൊരു ആഗ്രഹമുണ്ട്. അവിടെ വില്ലേജറിന്റെ വീടുണ്ട് ഗൈസ്, ഞാൻ കണ്ടവിടെ. അതാ ഇവിടൊക്കെ കൃഷിത്തോട്ടം ഗൈസ്. നമുക്ക് ലാഭമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ മൊത്തവും കുറേ ടൈപ്പ് മോബ്സ് ആണ്. അടിപൊളി. ഇപ്പം ചത്തേനെ. അയ്യോ ഗൈസ് അങ്ങനെ കഴിച്ച് നമ്മൾ ഫുൾ വെയറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ അയൺ എടുക്കണം. അത് ഈ രാത്രി തന്നെ വേണ്ട. ഇനി തൊട്ട് നമ്മുടെ വില്ലേജ് ഇതാണ് ഗൈസ്, നമ്മുടെ ബേസ് ഇതാണ്. ഓക്കെ നമ്മൾ വില്ലേജറിൻ്റെ അടുത്ത് കിടന്ന് തന്നെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങിയിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ അയൺ ഉണ്ടല്ലോ അതൊക്കെ പോയി എടുക്കാം. അയൺ എവിടെ ആയിരുന്നു? എൻഡർമാൻ. എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നടാ. ചാവടാ. എന്താടാ? നീ ആരാന്ന് എൻ്റെ വിചാരം? ചാവടാ. എൻ്റെ ദൈവമേ. ഏതിലെ കൂടെയൊക്കെയാടാ അടി വരുന്നത്? എന്താടാ നീ? വാടാ. പിന്നെ ഞാൻ ഒരു അതുകൊണ്ട് കിടക്കുന്നു കിട്ടിയിരിക്കുന്നു ഗൈസ് നമ്മുടെ. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ അയൺ ആവണം. ഫുൾ അയൺ ആർമർ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. യെസ് ഗൈസ്
യെസ്. പറഞ്ഞോണക്കേ. ഞാനത് ഇപ്പോഴാണ് ഓർത്ത്. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കണം. നമ്മുടെ ചെരുപ്പ് ഇനി എനിക്കൊന്നും ആവശ്യമില്ലടാ. ഓടാ ചിന്നച്ചക്ക, നീ എൻ്റെ കയ്യിൽ തന്നെ വന്നല്ലേ, സാരമില്ല. ഇനി ഞാൻ ചെയ്യാനുള്ളത്, അയ്യോ എൻ്റെ ആർമർ ഫുള്ളായില്ലല്ലോ. ഇതിൻ്റെ തല വെക്കുന്ന സാധനം കൂടെ വേണം. അതാ, അയ്യോ ഇതെന്തോ ഇത് മതി, എനിക്കൊന്നും ആവശ്യമില്ലല്ലോ. അടുത്ത സാധനം വേറെ എന്തോ നോക്കാം ഗൈസ്. കുറച്ചധികം സ്റ്റിക്ക്. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. പെട്ടെന്നാവുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ഫുൾ ആർമറിലേക്ക് കടന്നിരിക്കുന്നു. ഫുൾ അയൺ ആർമർ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മരം പോയി വെട്ടണം. 2 മരം വെട്ടുക. അതിനു മുമ്പേ ഈ സാധനമൊക്കെ എടുത്ത് കളയട്ടെ. ഇനിയൊന്നും ആവശ്യമില്ല. അല്ല, എനിക്ക് ഒരുത്തിനെ ആവശ്യമുണ്ട്. വേണ്ട, കുഴപ്പമില്ല. ബാക്കി നമുക്ക് ഒപ്പിക്കാം, സാരമില്ല. വേണ്ട, എനിക്ക് അളിഞ്ഞ സാധനമൊക്കെ എന്തോത്തിന് വേണമല്ലേ. ഒരു 2 മരം വെട്ടണം. വെട്ടിയിട്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ഫുൾ യുദ്ധമാണ്, യുദ്ധം. അതിനു മുമ്പേ ഞാൻ പോയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഹാർഡിലോട്ട് കയറ്റിയിരിക്കുന്നു. ഇപ്പം ഹാർഡാണ്. ഇനി എവിടെ നിന്നൊക്കെയാണ് യുദ്ധങ്ങൾ വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം രാത്രിയായെന്ന് തോന്നുന്നു. രാത്രിയാണോ മഴ പെയ്യുന്നതാണോ? മഴ പെയ്യുന്നതാണ്, പക്ഷേ രാത്രി ആയോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഓരോ വീട്ടിൽ കയറി മോഷ്ടിക്കാം. മോഷ്ടിച്ചിട്ട് ഫുൾ സെറ്റാവും. അയ്യോ ഷടാ, ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അറിയാമോ ഗൈസ് എടുത്ത് വെക്കുന്നത് ഇവിടെ. ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് വെക്കും. എനിക്കിത് എറിഞ്ഞ് കളിക്കും ഇഷ്ടം ഗൈസ്. നീ എന്നതിനാണ് ഇന്ന മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്? ചത്തൂടായോടാ, പോടാ പാഴ്. നമ്മുടെ അയൺ നോക്കിയില്ല. ഇങ്ങനെ എറിയുന്നത് ഇങ്ങനല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ സാധനങ്ങൾ എടുക്കുന്നു. നമ്മളെ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പം വോയിഡ് വീണ് ചാവായിരുന്നു മതിയല്ലേ ഗൈസ്. എനിക്ക് അതൊരു പേടിയുണ്ട്. ആയി കാണും. ആയി. എന്നിട്ട് ചെയ്യേണ്ട എന്തോ ചെയ്യണ്ട ഗൈസ്. അടുത്തതായിട്ട് എന്തോ ചെയ്യണ്ടേ? എന്തായിരുന്നു ചെയ്യണ്ടേ? ഷീൽഡ്. ഷീൽഡ് ഉണ്ടാക്കാം. നമ്മുടെ ഷീൽഡ്. നമ്മളങ്ങനെ ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഷീൽഡ് പോരെ ചേട്ടാ, ഞാൻ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇനി വല്ലതും ചെയ്യണോ? ഇനിയൊന്നുമില്ലല്ലോ. ഇല്ല ഗൈസ്. പിന്നെ നമുക്ക് ഇതാവശ്യമുണ്ട്. ബക്കറ്റ് ഒരെണ്ണം കൈ വെച്ചേക്കാം. നമുക്ക് വലിയ കുഴിയിലോട്ടൊക്കെ ഇറങ്ങാൻ നേരത്ത് ഇതാവശ്യം വരും. ഓക്കെ, നമ്മൾ അങ്ങനെ ഫുൾ സെറ്റപ്പായി. ഓക്കെ, എന്നിട്ട് ക്യാരറ്റ് ഫുഡ് ആവശ്യം. പിന്നെ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കണ്ടേ? ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കണം. ഞാൻ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കിയിട്ട് വരാം. എനിക്കൊരു ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗെയിമിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇന്ന് ഞാൻ നിറവേറ്റാൻ പോകുന്നു. ഓക്കെ, നമുക്ക് സ്റ്റിക്ക്. ഓക്കെ, ഒരെണ്ണം കിട്ടി. വാവ്. അതേവണക്ക് ഇത് മൊത്തം ആക്കണം. മൊത്തം ആക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് വെച്ച് എങ്ങനെയായിരുന്നു എനിക്കറിയാം. ഗോൾഡൻ ക്യാരറ്റ്
അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് 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 ഓക്കെ. എന്നിട്ട് അതാണ്ട് കിടക്കുന്നു. നമുക്കിന്ന് ഫുഡ് കൊണ്ട് മരിക്കാം. എനിക്ക് പിന്നെ മൈൻക്രാഫ്റ്റിൽ ഇനി ഫുഡിൻ്റെ ആവശ്യമേ ഇല്ല. ഫുള്ള് ഫുഡായി. ഓക്കെ, നമ്മുടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് സെറ്റ് ആയിട്ട് നോക്കണം. എന്താവാത്ത അയ്യോ, ഇതാവത്തില്ലല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതെടുക്കണം, എന്നിട്ട് ഒരിതങ്ങ് ഉണ്ടാക്കുക. അയ്യോ ഗൈസ്, വല്ലാത്തൊരു പണി കിട്ടി. കറക്റ്റായി ഒന്നും പറ്റിയില്ല. സാരമില്ല, ഒരെണ്ണായി കിട്ടും. ഞാൻ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തു പോയി. സാരമില്ല, ഒരു എണ്ണം കിട്ടി. അങ്ങനെ ഗൈസ്, നമ്മുടെ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഇരിക്കുന്നു. ഇനി നിന്നെ നോശിടാ അപ്പോടെ ചീച്ചക്കന്മാർ. അയ്യോ, ഇപ്പൊ കഴിച്ചനെ ഞാൻ. ഗോൾഡൻ ക്യാരറ്റ് കഴിക്കണോ? വേണ്ട. ഇനി നമ്മളുടെ ആവശ്യം അയൺ 4 കൊടുക്കണം. കോൾ 5. ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. എന്തോടെ അടയ്ക്കുന്നത്? വേറെ മൂടാ. ഏത് മൂട്? പൊളി മൂട്. ചിരിക്ക്. കോമഡി പറഞ്ഞു ഞാൻ. ചിരിക്ക്. ചിരിക്കുന്ന ഓണം ഇങ്ങനൊന്ന് കാണിച്ചാൽ മതി. ഇനി കുറേ പണിയുണ്ട് നമുക്ക്. നമ്മൾ പറഞ്ഞ് ആ ഉയരത്തി എത്തണം. ഇപ്പോഴാ ഒരു സമാധാനം ആവുന്നത്. ഏതെങ്കിലും അത് അടിപൊളി. മോപ്സ് ഇതിലേക്കൂടെ വന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ഞാൻ മോപ്സാന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്നിട്ട് ഒറ്റടിയും കൊടുക്കും. ഇവിടെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ സേഫ്. അതെന്തോ എനിക്ക് ഇനി ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല. ചെസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ശരിയാണല്ലോ, ചെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പറഞ്ഞ നമുക്ക് ചെസ്റ്റ് ഇതുവരെ ഞാൻ കണ്ടില്ല. ഒരു ചെസ്റ്റെങ്കിലും വെച്ചൂടായോടാ മരക്കഴുതേ. മോനെ എടാ, എൻ്റെ കയ്യിലുണ്ടല്ലോ. അയ്യോ, എന്തോ എങ്ങനെ വിളിച്ചുവല്ലോ ആണോ? ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാമല്ലോ. ഒരു മിനിറ്റ്. ഇത് ഒരെണ്ണം കൊടുത്താൽ 6 മണി കിട്ടും. ഇത് കൊള്ളായിരുന്നു, പക്ഷെ പൊട്ടനാണ്. ഇനി നമ്മൾ ചെസ്റ്റ് ഒന്നുമില്ല, അപ്പം അത് മനസ്സിലായി. ഇനി എല്ലാം സെറ്റാണല്ലോ അല്ലേ? എന്നെ ഒന്നും എടുക്കാനില്ല. നോക്കട്ടെ. ഈ വീട്ടിൽ ഞാൻ വന്നല്ലേ? ആണ്. അടിപൊളി സ്കെൽട്ടൻ. രാത്രിയായി. ഓടിച്ചെല്ലാം. എന്നിട്ട് ഈ വീട്ടിൽ കാണാൻ കിടന്നുറങ്ങാം. പക്ഷേ ഇതിനകത്ത് വീടെന്ന് പറയാൻ പോലും ഒന്നുമില്ല അല്ലേ? അടുത്ത് എവിടെയും മോബുണ്ട്. പട്ടി മോബ്. ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇനി വളനി. ദൈവമേ, എനിക്ക് ഏറ്റവും പേടിയാ. എന്താടാ മോനെ? ഓക്കെ മോനെ വാടാ. അടിപൊളി. ഇനി നിങ്ങൾ രണ്ടുകൂടെ അടിയിടും. മോനെ അത്രേ ഉള്ളു. അടി എൻ്റെ മോനെ അടിച്ചോ. അത്രേ ഉള്ളു. അപ്പോൾ അടിയടാ അത്രേ ഉള്ളു. അടിച്ചോ എൻ്റെ മോനെ. അടി നീ ചെയ്യണം. നീ അടിക്കടാ.
അവൻ ചത്താ? ഇല്ലല്ലോ. പിന്നെ അതിനാ എന്നെ അടിക്കുന്നേ? ഞാൻ മോനെ ഇവരാണ് എന്നെ അടിക്കുന്നേ. ഇപ്പം കണ്ടോ, ഇപ്പം ഇവർ രണ്ടുകൂടെ തല്ലാവും. തല്ലാവൂ രാ മോനെ, ബാക്ക് നിൽക്കുന്ന മോനെ, കൊല്ലടാ എന്നെ. യാ മോനെ, അത് പറ്റത്തില്ല. ചീറ്റിങ് പോ. നിങ്ങൾ എന്നോട് വേണോ അടിയിടാൻ? അയ്യോ, അടിയിട്. നിങ്ങൾ രണ്ടും അടിയിട്. ആ അടിയിടാത്ത നിങ്ങൾ ഫ്രണ്ട്സ് ആയോ? പറ്റത്തില്ല. യാടാ മോനെ, ഫ്രണ്ട്സായിട്ട് എന്നെ കൂട്ടത്തല്ല്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാടാ. അയ്യടാ മോനെ, എത്ര ഉള്ളു. വാവ്, പൊട്ടന്മാരെല്ലാം കൊന്നു. നമുക്ക് ഇന്ന് ഈ ദിവസം മൊത്തം സിവിൽ വാർ നടത്താം. ഇവിടെ മൊത്തം നമുക്ക് ഏറ്റവും ടഫ് ഇടാം. അതാകുമ്പോൾ ഫുൾ മോബ്സ് വരുമല്ലോ. ഞാൻ വീട്ടിൽ കയറി കഥ അടച്ചിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫുൾ ടഫ് ആക്കാം. ഹാർഡ്. ഞാൻ ഇപ്പോൾ ഹാർഡിലോട്ടേക്കുന്നു. അത്രയല്ലേ ഉള്ളു. ഹാർഡ് കഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല അല്ലേ? അപ്പം നമുക്കിനി തിരിച്ചു പോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെയും പോകണം. റീസ്പോൺ പോയിന്റ് സെറ്റാക്കാം. ഓക്കെ. ചെലന്തിയാണോ? കള്ളച്ചലന്തീസ്. അയ്യോ, എനിക്കൊരു മറ്റേ അമ്പും വില്ലും വേണം. അതുകൊണ്ട് ഇവന്മാരെ കൊന്നാലല്ലേ കിട്ടും. ഓടിപ്പോണം. ചാടിയടിക്കാൻ സമ്മതിക്കില്ല. നിന്റെ പിള്ളേരെ തൊട്ടാ നീ എന്നെ തന്നെ അടിക്കുവാടാ. പോടാ പൊട്ടാ, നീ എന്നെ തന്നെ അടിക്കാൻ വന്നേക്കുന്നു പൊട്ടാനൊക്കെ. നീ അത്ര ഉള്ളൂടാ. ചവിട്. എനിക്കൊരു TNT ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹം. പക്ഷെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ക്രീപ്പറിൻ്റെ ആ സാധനം വേണമെന്നറിയാം. സോംബി, നിന്നെ കണ്ടില്ലല്ലോടാ ഇന്ന്. അപ്പം നമ്മൾ മൈനിങ് എന്തല്ലേ, അത് ഇന്ന് രാത്രിയല്ല, രാവിലെ തുടങ്ങാം. അപ്പം നമുക്ക് പോയി കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് കുഴിക്കണം. എവിടെന്നാ കുഴിക്കുന്നറിയോ? അയ്യോ, ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. ചേടാ. ഓക്കെ, എന്നിട്ട് ബെഡ് എടുത്തിട്ട് ഇവിടെ വെക്കണം. ഇടക്കും ഇങ്ങനെ കിടന്നുറങ്ങും. സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മൾ രാവിലെ ആയി. എന്നിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതെടുക്കണം. ഒരു ക്യാരറ്റ് കഴിക്കാം. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ 2 തുരങ്കം ഉണ്ടാക്കണം. എന്നിട്ട് ഡയമണ്ട് സെർച്ചിങ് ഈസ് സ്റ്റാർട്ടഡ്. അയ്യോ, എൻ്റെ കൈ വേനിക്കുന്നു. ഇങ്ങനെ പിടിച്ച് ഫോൺ പിടിച്ചേക്കുന്നത് ഫോണില്ല കേട്ടോ ഗെയിംസ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ പിടിച്ച് കൈ വേനിക്കുന്നു. മണ്ണം തോന്നി ഞാൻ മാന്തരുന്നു. ഇങ്ങനെ പോകില്ല, നമുക്ക് ഇങ്ങനെ വേണം. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ കയ്യിലേക്ക് വന്നല്ലേ ആദ്യമായിട്ടാണ് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടെങ്കിലല്ലേ ഇതുണ്ടാക്കാൻ പറ്റൂ. അപ്പം പൂ വെച്ച് തോണ്ടാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ മെയിൻ ചെയ്തേക്കാം. നമ്മൾ എൻജാൻഡർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ടോർച്ചില്ല അല്ലേ? ടോർച്ചില്ല. അപ്പം നമുക്ക് കുറച്ച് ടോർച്ചുകൾ ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോൾ വേണം. കോൾ കുറേ എണ്ണം കൊടുക്കാം. തീരുന്നിടം വരെ എടുക്കും. കോള് എവിടെയെങ്കിലും ഒരെണ്ണം കാണുവാണെങ്കിൽ നമുക്കത് മൊത്തം എടുക്കണമെന്ന് ശബ്ദം ഒന്നും വെക്കല്ല. കാരണം എത്ര കോളാണ് അടുപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പ്രാന്ത് പിടിക്കും.
നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമോ? എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തുവാ, നമ്മൾ നെതറൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നു. നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട് ഒരു നെതറൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന നേരത്ത് ഒരു ക്രീപ്പർ വന്ന് നമ്മുടെ മൂട്ടി കടന്ന് പൊട്ടി ചത്തു. അയ്യോ, ക്രീപ്പർ വരത്തില്ലല്ലോ. നമ്മുടെ പിഗ്ലിൻസ് ഒക്കെ വന്നിട്ട് അറിയാതെ നമ്മളൊരു പിഗ്ലിൻസ് അതിനൊക്കെ അടിച്ച് പോയായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. അത് നമ്മളെ ഒന്ന് കൊല്ലുകയും ചെയ്തു. വട്ടാവും. വട്ടനും പൊട്ടനും എല്ലാം പൊട്ടനും. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മൈനിങ്. അടിപൊളി, നല്ല സ്ഥലത്താണ് ഞാൻ വന്നത്. 4 ഉള്ളോ? അതാണ് കിടക്കുന്നത് 67. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് 4 അങ്ങ് തീർക്കാം. ആഹാ, പക്ഷെ നമുക്കിനി അയണിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എങ്കിലും എനിക്ക് ടോർച്ച്, നമ്മൾ മൊത്തം ടോർച്ച് വെക്കണം. ഇനി നമ്മളുടെ ഫുൾ പരിപാടി അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ബക്കറ്റ് ഞാൻ ഉണ്ടാക്കിയായിരുന്നല്ലോ. ആയിരിക്കുന്നൊരു ബക്കറ്റ്. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച. വെള്ളമൊന്നും ഇല്ല ഇവിടെ. ലാവ, ഡയമണ്ട് കിട്ടും ഉറപ്പാ. നമ്മുടെ ഫസ്റ്റത്തെ ഡയമണ്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നു. ബോനെ, യെസ്, ഗിവ് മീ മൈ ഡയമണ്ട്. ഞാൻ കാത്തിരിക്കുന്ന ഡയമണ്ട് എൻ്റെ മാത്രം. അയ്യോ, വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ എന്തോ വെക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് ഇതെടുക്കണം. ഇങ്ങനെ നോക്കണം. എന്നിട്ട് കുറച്ച് 44 ദിവസത്തെ ഉണ്ട്. ഓക്കെ. എന്നിട്ട് ഇതങ്ങ് മൂടണം. ഓക്കെ, എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു വലിയ സാധനം ഇരിപ്പുണ്ട്. ഒന്നുമില്ലേ? ഡയമണ്ട്, വേറാവൂ. എനിക്കറിയാം നീ ഇവിടെ എവിടെ ഉണ്ട്. എന്താടാ ചതിച്ചേ? അയ്യോ, ചതിച്ചടാ. അയ്യോ, ടോർച്ച് ഇവിടെ വെച്ചാൽ പറ്റും. ഇവിടെ എന്തോ ടോർച്ച് വെച്ചാൽ പറ്റും. പൊട്ടിക്കും. എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഇതോടെ പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചോണം കിട്ടാറില്ലല്ലോ. അതിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. സാരില്ല, പൊട്ടിച്ചടാം. യോ, പൊട്ടിച്ചാലും വരും. പിന്നെ വരുന്നില്ല. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് അയണോ? നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയിട്ടുണ്ടല്ലേ. സ്പീഡിൽ പോയിട്ട് ഇവിടെ ഒരു ടോർച്ച് നോക്കുന്നു. കയറി പോന്നു. എത്ര വലിയ ഗുഹയ്ക്കാ. ഡയമണ്ട് കിട്ടാൻ ഫുൾ ചാൻസ് ഉണ്ട്. ചാവാൻ ഫുൾ ചാൻസ് ഉണ്ട്. കണ്ടോ എൻ്റെ ധൈര്യം? കണ്ടോ? സാധാരണ എല്ലാവരും സർവൈവൽ കളിക്കുവാണെങ്കിൽ ഭയങ്കര പേടിച്ചാണ് കളിക്കുന്നത്. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ എന്നെ കണ്ട പേടി. അങ്ങനെ വേണം. ജെറി ഉണ്ടല്ലോ, ജെറി പ്രോ പ്ലെയർ അല്ലേ? ജെറിയുടെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ജെറി GT ടോംസ്. സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ എൻ്റെ. ഡയമണ്ട് ഇല്ല. ഓക്കെ, നമുക്ക് ഇനി എന്താ ഉണ്ടായി? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? വിഷുവാ? ഇപ്പം എൻ്റെ സർവൈവൽ മൊത്തം അടിച്ചു പോയേ. അങ്ങനെ ഓടി. 49 മിനിറ്റ്, 1 മണിക്കൂർ ആവാറായി. ഡയമണ്ട് വേണ്ടി
റെഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ അവിടെ ഡയമണ്ട് കാണും. അതാണ്ട് റെഡ് സ്റ്റോൺ. എനിക്ക് കുഴപ്പമില്ല. അതാ കുറച്ച് ഡയമണ്ട് പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും ഞാൻ പോയി ഡയമണ്ട് കണ്ടുപിടിക്കട്ടെ. ഡയമണ്ട് വേറെ അറിയൂ ഡയമണ്ടേ. ഷടാ ഈ വെള്ളം എന്നെ ഇപ്പം ചതിക്കും. ചാൻസുകൾ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് ഫുൾ ഗോൾഡ് അല്ലേ അത്? അച്ചീവ്മെൻറ്റ് കിട്ടട്ടെ. ഒരു അച്ചീവ്മെൻറ്റ് വേണം എനിക്ക്. ഗോൾഡ് കണ്ടുപിടിച്ച് കുടിച്ചെടുക്കുക. അച്ചീവ്മെൻറ്റ് കിട്ടും. അച്ചീവ്മെൻറ്റ് വേണം. ഐ വാണ്ട് യുവർ അച്ചീവ്മെൻറ്റ്. നീ ഇറങ്ങി പോട്. ഡയമണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി ഡയമണ്ട് കാത്തിരിക്കുമായിരുന്നു. ഹായ് ബ്രോസ്. നമ്മുടെ ഹാർഡ് കോറേ കഴിഞ്ഞിട്ടുണ്ട്. ഹാർഡ് കോർ നമ്മുടെ തീർന്നു. ഹാർഡ് കോർ ടാറ്റ. ഹാർഡ് കോർ പോയി ഗൈസ്. അയ്യോ പോയി ഗൈസ്. ഹാർഡ് കോർ തീർന്നിരിക്കുന്നു. ഡയമണ്ട് കണ്ടുപിടിച്ച ആ നിമിഷം ചത്തിരിക്കുന്നു ഗൈസ്. അയ്യോ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റ ബൈ ബൈ സീ യു ഗുഡ് ബൈ.